KMMLനെ ഇന്ത്യയിലെ പ്രധാന കമ്പനിയാക്കി മാറ്റുമെന്ന് മന്ത്രി പി രാജീവ്. കമ്പനിയിലെ വിവിധ കെട്ടിട സമുച്ചയങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KMMLലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പോണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള അയൺ ഓക്സൈഡ് നീക്കം ചെയ്യാൻ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതി ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. പുതുതലമുറയ്ക്ക് പറ്റുന്ന തൊഴിലിടം KMMLൽ ഒരുക്കുക എന്നതാണ് പ്രധാനമായി കണക്കാക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. നിലവിലെ പോലെ മുന്നോട്ടു പോയാൽ 10-15 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ മിനറൽ കേന്ദ്രമായി കൊല്ലത്തെ മാറ്റാൻ കഴിയുമെന്ന് മന്ത്രി പി രാജീവ്. KMMLൽ വിവിധ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ധാതുക്കളിൽ നിന്നുള്ള വലിയ സാധ്യതകൾ കേന്ദ്ര സർക്കാർ തന്നെ കാണുന്നുണ്ട്. ഇറക്കുമതിയിൽ നിന്നു മാറി നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ ഏറെ സാധ്യതയുള്ള പ്രദേശം കേരളമാണ്. KMMLന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് പോണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ള അയൺ ഓക്സൈഡ് നീക്കം ചെയ്യാൻ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതി ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുന്ന മോണസൈറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്നതിൻ്റെ പൈലറ്റ് പദ്ധതിയിലേക്ക് കടക്കുകയാണ്. പുതുതലമുറയ്ക്ക് പറ്റുന്ന തൊഴിലിടം KMMLൽ ഒരുക്കുക എന്നതാണ് പ്രധാനമായി കണക്കാക്കേണ്ടത്. പൊതുമേഖലയെ സർക്കാർ ഫെസിലിറ്റേറ്റ് ചെയ്താൽ മതിയെന്ന മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും കേരളത്തിലെ ഭൂരിപക്ഷം പൊതുമേഖലയും ലാഭകരമാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഒരു ഇരുണ്ട കാലത്തിന്റെ പൊതുമേഖലയെ വിറ്റഴിക്കുന്നതല്ല ഞങ്ങളുടെ സമീപനം. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ പറയുക കേട്ടു, ഗവൺമെന്റിന്റെ ചുമതലയല്ല ഈ പേപ്പർ കമ്പനിയൊക്കെ നടത്തുക എന്ന് പ്രധാനപ്പെട്ട ഒരു നിയമസഭാ സാമാജികൻ മുൻ മന്ത്രി തന്നെ പറയുകയുണ്ടായി. ഗവൺമെന്റ് എന്തിനാ ഈ പേപ്പർ മില്ലൊക്കെ നടത്തുന്നത്? എന്നുവെച്ചാൽ അത് കാഴ്ചപ്പാടാണ്. ഗവൺമെന്റ് പിന്നെ KMML നടത്തുന്നത്, ഗവൺമെന്റ് പിന്നെ മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നത്, ഗവൺമെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്താൽ മതി എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചൊരു അഭിപ്രായമുണ്ട്. ഞങ്ങൾ അതിനോട് യോജിക്കുന്നവരല്ല. പൊതുമേഖലയെ ഡിപ്പാർട്ട്മെന്റ് പോലെ ആകണം എന്ന കാഴ്ചപ്പാടോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പൊതുമേഖല മത്സരക്ഷമമാക്കി, ശക്തിപ്പെടുത്തി, മത്സരക്ഷമമാക്കി ലാഭകരമാക്കുക. ഇപ്പൊ കേരളത്തിലെ മഹാഭൂരിപക്ഷം പൊതുമേഖലയും ലാഭത്തിലാണ് എന്നത് അഭിമാനപൂർവ്വം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കമ്പനിയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതം 4.64 കോടി രൂപ ചടങ്ങിൽ മന്ത്രി ഏറ്റുവാങ്ങി. 7.5 ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ ആംബുലൻസിന്റെ താക്കോൽ ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA കൈമാറി. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയും KMMLുമായി സഹകരിച്ച് തുടങ്ങുന്ന മെഡിക്കൽ ടെസ്റ്റ് ലാബ് കളക്ഷൻ സെന്ററിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അനുമതി പത്രം ബയോടെക്നോളജി പ്രതിനിധി അമ്പിളിപ്പിള്ളയ്ക്ക് കൈമാറി. MD P പ്രദീപ് കുമാർ, BPT ചെയർമാൻ K അജിത് കുമാർ, HR യൂണിറ്റ് ഹെഡ് MU വിജയകുമാർ, ഓഫീസേഴ്സ് ഫ്രണ്ട് പ്രസിഡന്റ് CP ഹരിലാൽ, യൂണിയൻ നേതാക്കളായ SJ മോഹൻ, K സുരേഷ് ബാബു, VC രതീഷ് കുമാർ, G ഗോപകുമാർ, F ജോയി, AJ മിറാഷ് എന്നിവർ പങ്കെടുത്തു. KMML എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ടൈറ്റാനിയം എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബ്ബ് എന്നിവയ്ക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത്. പന്മന പഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കാണ് KMML പുതിയ ആംബുലൻസ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ.